Hi Makley, Idungul Joe. Welcome to another program of Blah Blah with Joe. Makley, this week I'm very excited. Yeah, in the week, we are going to do some amazing reactions. But reactions to short films. In the past கொஞ்ச நாள் I've been watching some amazing short films சரிங்களா அது கொஞ்சம் பழசு இருக்கு புதுசு இருக்கு எல்லாமே இருக்கு but I thought why not a lot of people been asking me react to movies அது மாதிரி பண்ணுங்கன்னு சொன்னாங்க but instead of movies I wanted to react to these short films because there are some amazing concepts that are there in these short films so I wanted to share that with you guys also இதுல சில short films நீங்க already பார்த்திருக்கலாம் சிலது உங்களுக்கு புதுசாக இருக்கலாம் but I wanted to share these short films with you and in the process also my reaction to these short films. So there are going to be Malayalam short films, Tamil, English, ellam in this full week we are going to be reacting to short films, okay? So the first movie in the list is a Malayalam short film, okay? So அதுதான் நம்ம இப்போ ரியாக்ட் பண்ண போகிறோம் and அதை வந்து நான் 2 பார்ட்டாக ஷூட் பண்ணியிருக்கேன் ஏன்னா it's a small short film ரொம்ப பெருசெல்லாம் கிடையாது it's a 10-minute short film ஆனாலும் I'm going to be reacting this in 2 parts because நிறைய பேச வேண்டியது இருக்கு about this short film so that's why I'm shooting this in 2 parts, okay now let's get into the first short film what we are going to see. All right, ഹലോ ആ മോളെ Will അച്ഛനില്ല അവിടെ ആ ചന്ദ്ര നല്ല കൂട്ടരാടാ ഇതിലും നല്ലൊരു ബന്ധം നീ കിട്ടില്ല എന്ന് തന്നെ പറയാം ആ അതെ ആ ഇരിക്കടാ അപ്പൊ ശരിയടാ ഞാൻ എല്ലാം ഉറപ്പിച്ചിട്ട് തന്നെ വിളിക്കാം ദേ അന്നേരം ഒരു ഒഴിവൊഴിവ് പറയാതെ നേരത്തേക്ക് വന്നോളാം അറിയാലോ മൂത്തകളുടെ കാര്യം ഇങ്ങനെയൊക്കെ ആയി ഇവിടെങ്കിലും ഒന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക് ആ ശരി എന്നാ ഓക്കെ അച്ഛാ ആ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ പറ. ചേച്ചിയും കൂടി വിളിച്ചു. ആ മോളെ ആതിരെ എന്താ നീ ഒന്നിങ്ങ് വന്നേ. ഞാൻ ആ വനജ ടീച്ചറെ വിളിക്കായിരുന്നു. വനജ ടീച്ചർക്കൊന്നും ഈ ബന്ധത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ വിശ്വസിക്കാനാവുന്നില്ല. ഇവളുടെ ഒരു ഭാഗ്യം. എനിക്ക് കല്യാണം വേണ്ട. എന്ത് കല്യാണം വേണ്ടാന്നോ? ഇത്ര നല്ലൊരു ബന്ധം വന്നിട്ട് ഇവളുടെ അഹങ്കാരം കണ്ടോ അച്ഛാ? അച്ഛാ വേണ്ട അച്ഛാ. മോൾക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? അച്ഛനോട് പറഞ്ഞോ? അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. പിന്നെന്താ മോളുടെ പ്രശ്നം? അച്ഛാ ജീവിതകാലം മുഴുവൻ കൂടെ ജീവിക്കേണ്ട ഒരാളാ. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നില്ല. അതൊക്കെ നിനക്ക് ഇപ്പൊ തോന്നുക. കല്യാണം കഴിയുമ്പോ അതൊക്കെ ശരിയായിക്കോളും. എന്നിട്ട് ചേച്ചിയുടെ ലൈഫ് എന്താ എങ്ങനെയായി പോയത്? അച്ഛാ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ തോന്നിയില്ലെങ്കിലോ? നിന്നെ ഇതുവരെ പഠിപ്പിച്ച് വീടെല്ലാം പണയത്തില്ല. അച്ഛനിപ്പോ വയ്യ മോളെ. മോളെ അച്ഛനിപ്പോൾ പഴയ പോലെ അല്ല. അവരുടെ നല്ല തറവാടാണ്. ആ ചെറുക്കനെന്തോ സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്. ഇട്ട് മൂടാനുള്ള കാശുണ്ട് അവിടെ. പിന്നെ അവിടെ അച്ഛനില്ല, പ്രായമായിട്ടുള്ള അമ്മ മാത്രമേ ഉള്ളൂ. മോൾക്ക് അവിടെ ഒരു രാജകുമാരിയെ പോലെ താമസിക്കാം. ഇതിൽ കൂടുതൽ എന്താ വേണ്ട ഒരാളുടെ ഇഷ്ടം തോന്നാൻ? അച്ഛാ പൈസ കൊണ്ടാണോ ഒരാളോട് ഇഷ്ടം തോന്നുന്നത്? ജീവിക്കാൻ പൈസ തന്നെ വേണം. അതെ ചേച്ചി, ഞാനൊരു ഡോക്ടറാ. എനിക്ക് ജീവിക്കാനുള്ള പൈസ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. പണ്ടേ മാമി പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളെ കൂടുതൽ പഠിപ്പിച്ച അഹങ്കാരം കൂടുന്നു. കാര്യമുള്ള കാര്യം പറഞ്ഞ അഹങ്കാരം തർക്കുത്തരം. എന്താ പെൺകുട്ടികൾക്ക് മെച്യൂരിറ്റി ആയിക്കൂടെ? മോൾക്ക് നല്ലതല്ലാത്ത എന്തെങ്കിലും അച്ഛൻ ചെയ്യുന്ന മോക്ക് തോന്നുന്നുണ്ടോ? അച്ഛാ അച്ഛനൊന്ന് വിശ്വസിക്കടാ. ശരി, പെണ്ണ് കാണുന്ന സമയത്ത് ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റിയില്ല. എല്ലാം തീരുമാനിച്ചുറപ്പിക്കണതിന് മുമ്പ് എനിക്കൊന്നുകൂടി കണ്ടൊന്ന് സംസാരിക്കണം. ശരി, നാളെ ഞാനും അവനും കൂടി അവർ വീട് കാണാൻ പോകുന്നുണ്ടല്ലോ. ഞാൻ അവിടെ ചെന്ന് അവനോട് മോളെ വിളിക്കാൻ പറയാം. അത് വേണ്ട, എന്തായാലും നിങ്ങൾ നാളെ പോകുന്നുണ്ടല്ലോ, ഞാനും വരാം. അപ്പൊ പിന്നെ നേരിട്ട് സംസാരിക്കാമല്ലോ. ഇടി എന്തൊക്കെയാ നീ പറയുന്നത്? നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കല്യാണത്തിന് മുന്നേ ചെക്കൻ്റെ വീട് കാണോ? അതൊക്കെ കല്യാണം കഴിഞ്ഞ് പെണ്ണ് ആദ്യമായിട്ട് കയറി ചെല്ലുമ്പോഴേ ചെക്കൻ്റെ വീട് കാണോ? അതാ നമ്മുടെ ആചാരം. എന്നാ പിന്നെ അവൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ തന്നെ താമസിക്കേണ്ടി വരും. തർക്കുത്തരം പറയുന്നോ? എന്റെ പൊന്നു ചേച്ചി, ജീവിതകാലം മുഴുവൻ കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെയാ താമസിക്കേണ്ടത്. ഇപ്പൊ തന്നെ 1-2 വർഷം വാടകയ്ക്ക് താമസിക്കേണ്ട വീട് തന്നെ ആൾക്കാർ മര്യാദയ്ക്ക് കണ്ടിട്ടേ വാങ്ങിക്കാറുള്ളൂ. മോളെ അതിനല്ല നാളെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അച്ഛാ ഇപ്പൊ അച്ഛനില്ലാത്തൊരു കാലം വന്നിരിക്കട്ടെ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഭർത്താവ് എന്നെ നോക്കുവോ? അത് കഴിഞ്ഞ് മോൻ. പെണ്ണുങ്ങൾക്കൊന്ന് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള മെച്യൂരിറ്റി ഇല്ലേ? എപ്പോഴും ആണുങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണോ? ഈ ചെറിയ കാര്യത്തിന് മോളെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഇതൊരു ചെറിയ കാര്യം അല്ല അച്ഛാ. ഒന്ന് പൊട്ടിച്ചിരിച്ചാ കുറ്റം, കാലകത്തി വെച്ച പ്രശ്നം, അഭിപ്രായം പറഞ്ഞ അപ്പ അവൾ അഹങ്കാരി. പീരിയഡ്സിനാണെങ്കിൽ വേറെ 100 നിയമങ്ങളും. ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളും പല പെൺകുട്ടികൾക്കും ഇന്നും ഒരു സ്വപ്നം മാത്രമാണ്. അപ്പൊ സ്വന്തം വീട്ടുകാരത് മനസ്സിലാക്കില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കാൻ അച്ഛാ? ശരി, നാളെ നമ്മളൊരു വീട് കാണാൻ പോകുന്നു. ഓക്കെ അല്ലേ? sister
പ്രൊഡ്യൂസർക്ക് എന്താ കുഴപ്പം? ഷീ ഷുഡ് ബി ദ വൺ ഹൂ ഷുഡ് ബി മോർ സപ്പോർട്ടീവ്, എസ്പെഷ്യലി ബിക്കോസ് ഹർ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി. നല്ല വീടല്ലേ? നമസ്കാരം. സുഖല്ലേ പ്രവീണെ? നമസ്കാരം. ഈ ചെറുക്കനല്ലേ മറ്റേ ജയ 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 പടത്തിൽ ഇരിക്കട്ടോ. ബ്രദർ. അപ്പൊ ഒന്ന് പരിചയപ്പെടുത്താം എല്ലാവരും. പ്രവീണെ, ഇത് എൻ്റെ അളിയനാണ് സുധാകരൻ, മലയാളം മാഷാണ്. ഇതെന്റെ മൂത്ത മോള് ആതിര. ആ ചേച്ചിയുടെ ഹസ്ബൻഡ് പുറത്താ. പിന്നെ അറിയാലോ. ഇയാള് ഇത് അശോകൻ, എൻ്റെ അനിയനെ പോലെയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയെടുത്തുന്ന ഇയാളാ. ഇതിപ്പോ വന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, അല്ലേ അളിയാ? അതെ അതെ. എനിക്കൊന്ന് സംസാരിക്കണം. അതിനെന്താ, സംസാരിക്കാമല്ലോ. നമുക്ക് അങ്ങോട്ടും മാറി. അശോക, കുടിക്കാൻ എന്തെങ്കിലും കൂടി വരും. കുടിക്കാൻ എന്തെങ്കിലും? താങ്ക് യു. എടോ, ആ ഓപ്പണായി സംസാരിക്കുന്നുണ്ടോന്നും തോന്നരുത്. പറഞ്ഞോ. നമ്മൾ തമ്മിൽ ഒട്ടും മാച്ചല്ല. അതിപ്പോൾ പ്രൊഫഷൻ ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും ഒന്നും മാച്ച് ആവണില്ല. ഇത് വീട്ടുകാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. സോ എൻ്റെ റിപ്ലൈ എന്ന് പറയുന്നത്, പ്രവീണേട്ടാ ഒന്ന് വരുമോ? അമ്മ ഒരു മിനിറ്റ്. கைஸ், எனக்கு புரியாத சில விஷயங்கள். இந்த பொண்ணு ஓகே, பெண்ணு காணாம வന്നു. ஐ மீன் ஷீ சா த கை, அந்த பையனுக்கும் இவளை பார்த்துட்டு போயிருக்காங்க. பட் யா, ஐ கேன் அண்டர்ஸ்டாண்ட் எந்த பேசிஸில் கேன் ஷி சே எஸ் டு த கைஸ். பிகாஸ் பொண்ணு பார்க்குற அந்த ஒரு 10-15 மினிட்ஸில் யூ ஹாவ் டு டிசைட் வெதர் திஸ் பர்சன் இஸ் கோனா பி யுவர் ரைட் life partner or not. Yeah, it's difficult to judge. I understand the girl situation. What I don't understand is why is the sister not being supportive enough? Because and the sister of Arka already, I think from what the father said, I mean, they are kind of divorced, I think, or they are separated. So the sister should be even more supportive to her younger sister, wanting to know the guy more and all those things. I don't know why they think only about good family, good money, good background. எல்லாம் இருந்தாலும் பர்சனோட கேரக்டர்னு ஒன்று இருக்குல்ல, அது see, and it works both ways, and not just for the girl alone, the guy also. Okay, for the guy also expects the girl to be someone who will be able to gel along, or at least try to. அது மாதிரி it's very important. பெண்ணு காணலൊക്കെ പോകുന്നത് പറഞ്ഞ arranged marriages, it's very important to know the person better before you give into that married life. Another thing I understand, and I'm surprised, there's one dialogue that she says, okay, പെണ്ണുങ്ങൾക്ക് 100 കൂട്ടും റെസ്ട്രിക്ഷൻസ്, ചിരിച്ച പ്രശ്നം, കാലകത്തി വെച്ച പ്രശ്നം, പീരിയഡ്സിന് 100. I'm surprised when she said that. പീരിയഡ്സിൻ്റെ സമയത്ത് 100 other problems. In this age, in this time, I am still surprised that women have to go through this. இதை பற்றி நான் ஆல்ரெடி ஒரு சீரீஸ் நான் ஒன்று ரெக்கமெண்ட் பண்ணியிருந்தேன் that you guys should watch. Everyone, be it girls or guys especially, should watch this series. ஒன்று நான் அதோட இது போடுறேன் இங்கே கண்டிப்பாக. You guys should watch that series. It's a documentary, period, end of sentence சொல்லிட்டு அது கண்டிப்பாக பாருங்கள். But I don't know how this short film is heading towards, but it looks like the girl's gonna say no to the guy even without finding out how the guy is. I mean, she should at least give, because the other way she's saying that no, you're not a good match for me, or you're not the right person for me. At least give it a shot and then say, not just by the looks alone or by whatever. I hope it's not by that she decided to say no to him, but let's see how this proceeds into the second half. சரிங்களா? ஓகே, இதோட செகண்ட் ஹாஃப் கண்டிப்பாக இப்போ வருது. அதோட இது இப்போ சீக்கிரம். ஸோ டூ வாட்ச் த செகண்ட் ஹாஃப் ஆல்சோ. ஓகே, ஐ வில் மீட் யூ இன் that video. Until then, this is Joe signing off from Blah Blah Joe. Bye bye.